ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രേവതി സച്ചിക്കായിട്ട് മരുന്ന് കലക്കിയ ജ്യൂസ് അടുക്കളയിൽ വെച്ചത് ചന്ദ്ര ഇങ്ങനെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ കാണിക്കുന്നത് സച്ചി ഭയങ്കര ധൃതിയിൽ രേവതിയുടെ ഓടി വരുവാണ്. എന്നിട്ട് ചോദിക്കും, രേവതി അച്ഛൻ എന്താ പറഞ്ഞത്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്ത് പറഞ്ഞു? അല്ല, അച്ഛൻ എൻ്റെ അടുത്ത് ഇപ്പോഴും ദേഷ്യം തന്നെയാണ്, ഞാൻ വിളിച്ചിട്ടൊന്നും അച്ഛൻ നോക്കുന്നില്ല. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എങ്ങനെ നോക്കാനാ, ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ? അപ്പോൾ സച്ചി പറയും, അയ്യോ ഞാൻ പറയുന്നത് എന്താ നിങ്ങളൊന്നും വിശ്വസിക്കാത്തേ, ഞാൻ കുടിച്ചിട്ടില്ല രേവതി. അതുപോട്ടെ, ഞാനിപ്പോൾ വരുമ്പോൾ എൻ്റെ കാര്യം എന്തോ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ സച്ചിന്ന് ഞാൻ പറയുന്നത് കേട്ടു. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അത് മാത്രമേ സച്ചിയേട്ടൻ കേട്ടുള്ളൂ? സച്ചി പറയും, ആ രേവതി എന്താ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് ചോദിക്കുമ്പോൾ രേവതിക്ക് ഒരു ഐഡിയ തോന്നും. രേവതി ഒരു കള്ളം അങ്ങോട്ട് ഇടുവാണേ, അതെ അച്ഛൻ കുറച്ച് പൈനാപ്പിൾ മേടിച്ച് വെച്ചിട്ടുണ്ട്, സച്ചിയേട്ടനോട് കണ്ടതൊന്നും പുറത്തൊന്നും കുടിക്കാതെ ഈ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവേ. സച്ചി പറയും, കണ്ടോ എൻ്റെ അച്ഛനോടൊപ്പം സ്നേഹം ഉണ്ടല്ലേ, ഞാൻ മുഖമൊക്കെ കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് പറ്റി, നീ എളുപ്പം ജ്യൂസ് എടുത്ത് വെക്കുമെന്ന് പറയുമ്പോൾ രേവതി പറയും, ആ ഞാനിപ്പോൾ ജ്യൂസ് എടുത്തുകൊണ്ട് വെക്കാം എന്ന് പറയുന്നുണ്ട്. രേവതി ശരിക്കും ആ മരുന്ന് കലക്കിയ ജ്യൂസ് സച്ചിക്ക് കുടിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞതാണ്. വെറുതെ ഒരു ജ്യൂസ് കൊണ്ടേ കൊടുത്ത സച്ചി കുടിക്കില്ലല്ലോ. അതേസമയം അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞാൽ സച്ചിയേട്ടൻ നന്നായി കുടിക്കുമെന്ന് രേവതിക്കറിയാം. അപ്പോൾ രേവതി അങ്ങനെ ജ്യൂസ് എടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോകുമ്പോൾ ചന്ദ്ര ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കാണുന്നത്. രേവതി ആ സീൻ കണ്ടിട്ട് വല്ലാണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്, ടെൻഷനും ആവുന്നുണ്ട് രേവതിക്ക്. ചന്ദ്ര ആണെങ്കിൽ ഒറ്റയടിക്ക് ആ ജ്യൂസ് മൊത്തം അങ്ങനെ കുടിക്കും. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മേ ആ ജ്യൂസ് ഞാൻ കുടിച്ചു. എന്തേ, നീ സച്ചിക്ക് വേണ്ടി കലക്കി വെച്ചതാണല്ലേ, അവൻ ഇതാണോ കുടിക്കാൻ പോകുന്നത്? നീ കൊണ്ടേ കൊടുത്ത് അവനിത് കുടിക്കുമെന്ന് ഓർത്തിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര രേവതിയെ കളിയാക്കുവാണ്. അപ്പോൾ രേവതി പറയാൻ ശ്രമിക്കുന്നുണ്ട്, അമ്മേ ഞാൻ അതിൽ. അപ്പോൾ പറയും, നീ അതിൽ വെള്ളം ചേർക്കാതെ അടിച്ചതാണെന്നോ? അവൻ വെള്ളം ചേർക്കാതെ കള്ളൊക്കെ കുടിക്കും, ഈ ജ്യൂസൊക്കെ ആര് കുടിക്കാൻ പോകുന്നു? നീ പോ, ആ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടുണ്ട് ഏതായാലും എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ പോകുവാണ് ഹോളിലോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. രേവതിക്കാണെങ്കിൽ ടെൻഷൻ ഇങ്ങോട്ട് കയറി വരുവാണ്. രേവതി ഇപ്പം മനസ്സിലോർക്കുന്നുണ്ട്, അയ്യോ സച്ചേട്ടൻ്റെ മരുന്ന് കലക്കി വെച്ച ജ്യൂസാണല്ലോ, അത് അമ്മ എടുത്ത് കുടിക്കുകയും ചെയ്തു, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷനാണ് രേവതിക്ക്. പോയി പറഞ്ഞാലോ എന്ന് വരെ രേവതി ആലോചിക്കുന്നുണ്ട്. അപ്പം പിന്നെ രേവതി തന്നെ തിരിച്ചു ആലോചിക്കും, വേണ്ട പോയി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മനഃപൂർവ്വം കലക്കി കൊടുത്തതാണെന്നൊക്കെ പറയും അമ്മ. എന്താ ചെയ്യുക ഇപ്പം ഓർക്കുമ്പോഴേക്കും രേവതി ആ മരുന്ന് കൊടുത്ത ചേച്ചിയെ വിളിച്ച് ചോദിക്കാൻ ഓർക്കുവാണേ. എന്നിട്ട് ഫോൺ എടുത്ത് ആ ചേച്ചിയെ വിളിക്കുമ്പോഴേക്കും ആ ചേച്ചി ഫോണൊന്നും എടുക്കുന്നില്ല. അപ്പോൾ രേവതി ഓർക്കും, ഇവിടെ അടുത്തല്ലേ, പോയി നേരിട്ട് കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് രേവതി വണ്ടി എടുത്തിട്ട് നേരെ പോകുവാണ് ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ് റോട്ടിൽ നമ്മുടെ മഹേഷ് നിപ്പുണ്ടാവും. മഹേഷ് രേവതിയെ കാണുന്നതും കൈ കാണിക്കും. എന്താ രേവതി, എന്താ ഈ വഴിയൊക്കെ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് മഹേഷ്. അപ്പോൾ രേവതി പറയും, ഞാനൊരാളെ കാണാൻ വേണ്ടി പോകുക, എല്ലാം നിങ്ങളുടെ ഫ്രണ്ട് കാണിച്ചു വെച്ച് പണി കാരണമാണ്, എനിക്ക് മതിയായി എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയും, എന്താ രേവതി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാ, നിങ്ങൾക്ക് വീട്ടിലിരിക്കണവരെ പറ്റി വല്ല വിചാരമുണ്ടോ? മഹേഷ് ഏട്ടനെങ്കിലും ഒന്ന് പറഞ്ഞ് ഉപദേശിച്ചുകൂടെ, ഇങ്ങനെ ഡ്യൂട്ടി ടൈമിലൊക്കെയാണോ കുടിക്കുന്നതെന്നൊക്കെ ചോദിച്ചെന്ന് പറയുമ്പോൾ മഹേഷ് പറയും, എൻ്റെ രേവതിയും ആ വീഡിയോ വിശ്വസിച്ചിരിക്കുകയാണോ? ആ സച്ചി കുടിച്ചിട്ടില്ല രേവതി, ഞാനല്ലേ പറയുന്നത്, സച്ചി രാവിലെ ഒന്നും കുടിക്കാറില്ല രേവതി, ഇതുവരെ കുടിച്ചിട്ടോ വണ്ടി പോലും ഓടിച്ചിട്ടില്ലെന്ന് പറയുവാണ് മഹേഷ് നമ്മുടെ രേവതിയോട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ആ വീഡിയോയിൽ പക്ഷേ, അപ്പോൾ മഹേഷ് പറയും, ആ വീഡിയോയിൽ അവൻ കുടിക്കുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ലല്ലോ, അവൻ കുടിക്കില്ല രേവതി, അവൻ്റെ സവാരി എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതമാണ്, അവൻ്റെ ദൈവമാണ് ആ കാറ്. ഉച്ചക്ക് 12 മണിക്ക് അവൻ പ്രത്യേകിച്ച് കുടിക്കത്തില്ല. അന്ന് പൂമാലക്ക് ഓർഡർ തന്നില്ലേ നേതാവ്, ആ നേതാവിനെയും കൊണ്ടാണ് അവൻ ആ ബാറിലോട്ട് പോയത്. പക്ഷേ സച്ചി ഒരിക്കലും ബാറിൽ പോയി കുടിച്ചിട്ടില്ല, അവരവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തായിരുന്നു, അതിനു വേണ്ടിയാണ് സച്ചി അവരെ അവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ രേവതി എപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്നാലും ആ വീഡിയോ അത് ആരെടുത്തിട്ട് ണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഭയങ്കര വിദഗ്ധമായിട്ടാണ് അയാൾ ഇട്ടിരിക്കുന്നത്. സച്ചി ഒരിക്കലും കുടിക്കില്ല രേവതി, എനിക്കത് ഉറപ്പാണ്, കുടിക്കുന്ന ആളാണ്, പക്ഷേ ഡ്യൂട്ടി ടൈമിൽ അവൻ കുടിക്കത്തില്ല. അവനെ വേറെ ആര് വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെങ്കിലും ഒന്ന് വിശ്വസിക്കുക. രേവതിയും അച്ഛനും വിശ്വസിക്കാത്തതാണ് അവനെ ഏറ്റവും വലിയ വിഷമമായിട്ടിരിക്കുന്നത്, മനസ്സ് തകർന്ന് അവനിരിക്കുന്നത്. രേവതി അവനെ ഒന്ന് മനസ്സിലാക്കുക എന്നൊക്കെ മഹേഷ് പറയുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എന്താ സത്യം എന്താ നുണാന്നൊന്നും എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാനിപ്പോൾ വേറൊരു പ്രശ്നത്തിൽ ഇരിക്കുവാണ് മഹേഷ് ഏട്ടാ, പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞ് രേവതി വണ്ടി എടുത്തുകൊണ്ടും പോകുവാണേ. പിന്നെ കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി ജ്യൂസ് കുടിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോകുവാണ്. അപ്പോൾ നോക്കുമ്പോൾ രേവതിയൊന്നും കാണുന്നില്ല. രേവതി എന്നൊക്കെ വിളിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവൾ എവിടെ ഉണ്ടാവാനാ, അവൾ പോയി വണ്ടി എടുത്തോണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കളിയാക്കുവാണ്. അപ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ റൂമിലോട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാമ വരുവാണ് ചന്ദ്രയുടെ വീട്ടിലോട്ട്. എന്നിട്ട് ബാമ കയറി വരുന്നതും ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവേ. വാ ബാമേ വാ എന്നൊക്കെ പറഞ്ഞ് ബാമയെ അകത്തോട്ട് വിളിക്കുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങ്, നിങ്ങളുടെ വീട്ടിൽ
ഡെയിലി ഓരോ കണ്ടൻറ്റ് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, യൂട്യൂബിലൊക്കെ അതിട്ട് കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു വരുമാനം കിട്ടുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, നീ വെറുതെ എന്നെ ഇങ്ങനെ കളിയാക്കല്ലേ ബാമേ, അല്ലെങ്കിൽ തന്നെ മനുഷ്യനാകെ തലവേദന എടുത്തിരിക്കുക, ബന്ധുക്കളൊക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക, വർഷയുടെ അമ്മ അവരെന്നെ വിളിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുക ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ബാമ പറയും, അവരെപ്പോഴാണ് നിങ്ങളെ അപമാനിക്കാതിരുന്നിട്ടുള്ളത്, പക്ഷേ സച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചന്ദ്രയെന്നൊക്കെ ബാമ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, എൻ്റെ വയറൊക്കെ എന്തോ ആവുന്നു ബാമയെന്ന് പറയുമ്പോഴേക്കും ബാമ പറയും, എന്തു പറ്റി ചന്ദ്ര, എന്തു പറ്റി, നീ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഓടി ബാത്റൂമിലോട്ട് പോകുവാണേ. ബാത്റൂമിലോട്ട് പോയിട്ട് ചന്ദ്ര വീണ്ടും പുറത്തോട്ട് വരും. എന്നിട്ട് ബാമയെ പിന്നെയും വർത്താനം പറയാൻ പോകുമ്പോഴേക്കും പിന്നെയും വയറെന്തോ ആയിട്ട് ചന്ദ്ര വീണ്ടും ബാത്റൂമിലോട്ട് ഓടുവാണ്. ഇങ്ങനെ ചന്ദ്രക്ക് വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുവാണേ. ബാമ ഇതൊക്കെ കണ്ടിങ്ങനെ നെട്ടി നിൽക്കുവാണ്. ചന്ദ്ര ഹോളിലോട്ട് വരും, ബാമയെന്ന് വിളിക്കും, വീണ്ടും ഓടി ബാത്റൂമിലോട്ട് പോകും. ഇങ്ങനെ തന്നെ വയറ്റിൽ നിന്ന് പോയി വരുമ്പോഴേക്കും ചന്ദ്ര ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകുവാണേ, തളർന്നു പോകുന്നുണ്ട്. ബാമ ഇങ്ങനെ വല്ലാണ്ടാവുന്നുണ്ട് ചന്ദ്രയുടെ തളർച്ചയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ശ്രുതിയൊക്കെ വരും. എന്ത് പറ്റി അമ്മക്കെന്ന് ചോദിക്കുമ്പോൾ ബാമ പറയും, എനിക്കറിയില്ല എന്നൊക്കെ പറയുവാണ്. ചന്ദ്ര ഇങ്ങനെ തളർന്ന് നിൽക്കുവാണേ, നമ്മുടെ സോഫയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്ര വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചോദിക്കും, എന്താ ചന്ദ്രയ്ക്ക് ഇത് എന്ത് പറ്റി, ആകെ തളർന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ബാമ പറയും, എനിക്കറിയില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, രവിയേട്ടാ എന്ന് പറയുമ്പോഴേക്കും വീണ്ടും വയറ്റിൽ നിന്ന് ഒരുമാതിരി ഒച്ചയൊക്കെ കേട്ട് ചന്ദ്ര വീണ്ടും ബാത്റൂമിലോട്ട് ഓടുവാണേ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സുധി ഇവക്കെന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയും, എനിക്കറിയില്ല അച്ഛാ, ഞാൻ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെയാന്ന് പറയുമ്പോൾ ബാമ പറയുന്നുണ്ട്, 10-15 പ്രാവശ്യമായി അവൾ ബാത്റൂമിൽ ഇങ്ങനെ കയറിയിറങ്ങി നടക്കുന്നത്, വയറ്റിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്ന് ബാമ പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ആ കട്ടിൽ അങ്ങനെ ബോധമില്ലാത്ത പോലെ ഇങ്ങനെ കിടക്കുവാണ്. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, കാരണം അത്രയും പ്രാവശ്യം വയറ്റിൽ നിന്ന് പോയല്ലോ. അപ്പോഴേക്കും ശ്രുതിയും എല്ലാവരും കൂടി വന്നിട്ട് രവിയും, എന്ത് പറ്റി ചന്ദ്ര, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴും ചന്ദ്ര ഇങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല, അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സച്ചി വരുന്നുണ്ട്. സച്ചി വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി അമ്മക്ക്, അമ്മ എന്താ ഇങ്ങനെ കിടക്കുന്നേ, അമ്മയെന്നൊക്കെ സച്ചി ഒരുപാട് വിളിക്കുന്നുണ്ടേ. തൊട്ടു നോക്കുമ്പോഴേക്കും നല്ല പനി. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയ അവസ്ഥയൊന്നുമല്ല, അമ്മ തളർന്നിരിക്കുക. അപ്പോൾ ശ്രുതി പറയും, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട്. അപ്പോൾ സച്ചി പറയും, ഇവിടെ അടുത്തുള്ള ഡോക്ടർ അറിയാവുന്നവരാണ്, ഞാൻ അദ്ദേഹത്തെ എങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ ഓടുവാണ് ഡോക്ടറെ വിളിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയായാലും സച്ചിക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ, പാവം പേടിച്ചു പോയിട്ട് ഓടുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയും എല്ലാവരും ഒക്കെ വിളിക്കുന്നുണ്ട് ചന്ദ്രയെ, ആൻറ്റി ഒന്ന് എഴുന്നേക്ക് ആൻറ്റി എന്നൊക്കെ പറയുമ്പോഴും ചന്ദ്ര ഇങ്ങനെ വിഷമിച്ച് വല്ലാതായി കിടക്കുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, വിഷമിക്കേണ്ട ചന്ദ്ര, ഇപ്പോൾ ഡോക്ടർ വരും, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നത് സമാധാനിപ്പിക്കുവാണ് ചന്ദ്രനെ. പിന്നെ കാണിക്കുന്നത് രേവതിയാണ്. രേവതി ആ മരുന്ന് കൊടുത്ത ചേച്ചിയുടെ അടുത്തോട്ട് പോയിരിക്കുവാണ്. അങ്ങനെ ആ ചേച്ചിയെ കണ്ട് രേവതി വിശേഷമൊക്കെ പറയുമ്പോഴേക്കും ചേച്ചി ചോദിക്കും, അപ്പോൾ നിൻ്റെ അമ്മ അത് മുഴുവൻ എടുത്ത് കുടിച്ചോ? അപ്പോൾ രേവതി പറയും, ഞാനൊന്ന് അച്ഛൻ വിളിച്ചപ്പോഴേക്കും പുറത്തോട്ട് പോയതാ, അപ്പോഴേക്കും അമ്മ അടുക്കളയിൽ കയറി ആ ജ്യൂസ് മൊത്തം കുടിച്ചു, എനിക്ക് എന്താവുമെന്ന് അറിയത്തില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ആ ചേച്ചി പറയുന്നുണ്ട്, കുടിച്ചവരാണ് അത് കുടിക്കുന്നതെങ്കിൽ, അതായത് മദ്യപിക്കുന്നവർ കുടിക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഛർദിലൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞു കേട്ടത്, കുടി നിർത്താൻ വേണ്ടിയിട്ടുള്ള മരുന്നല്ലേ, പക്ഷെ കുടിക്കാത്ത ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല രേവതി, വയറ്റിളക്കവും ഛർദിലൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ, ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ രേവതി പറയും, അയ്യോ വയറ്റിളക്കോ, അതിനെന്താ, അത് കുറച്ച് നേരം കഴിഞ്ഞാൽ മാറിക്കോളും, നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സൊക്കെ കൊടുത്ത് ആരോഗ്യം നോക്കിയാൽ മതി എന്ന് പറയുന്നു. നീ വെറുതെ ഓരോന്നോർത്ത് ടെൻഷനായി ആവണ്ട, അത് തന്നെത്താനെ മാറിക്കോളും എന്ന് പറയുമ്പോൾ രേവതി പറയും, അതല്ല ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ വയറ്റിന് പ്രശ്നം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ പോലും വയ്യാന്ന് പറയുവാണ് രേവതി. പിന്നെ കാണിക്കുന്നത് വീടാണ്. വീട്ടിൽ നമ്മുടെ സച്ചി ഡോക്ടറെ വിളിച്ചുകൊണ്ടൊക്കെ വന്നിരിക്കുവാണ് ചന്ദ്രനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സച്ചിൻ രവീന്ദ്രനൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, എന്തോ കഴിച്ചത് പിടിച്ചിട്ടില്ല, ഫുഡ് പോയ്സൺ ആകാനാണ് സാധ്യത, ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്, തന്നെത്താനെ മാറിക്കോളും, പേടിക്കാനൊന്നുമില്ല, ആ ടാബ്ലറ്റ്സ് മേടിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ശ്രുതി ആ മരുന്നൊന്നും മേടിക്ക് ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഞാൻ മേടിക്കാം അങ്കിളേ എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി ഡോക്ടറെ ആക്കാൻ വേണ്ടി പുറത്തോട്ട് പോയിരിക്കുവാണ് വീടിൻ്റെ. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, രവീന്ദ്രനും ബാമയൊക്കെ ചോദിക്കും, വയറ്റിന് പിടിക്കാത്ത എന്താ ചന്ദ്ര നീ കഴിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, ഞാൻ എന്ത് കഴിക്കാനാ, ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, നീ നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്ക്, നീ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, ഒന്ന് ആലോചിച്ച് നോക്ക്, അല്ലാണ്ട് എങ്ങനെയാണ് ഈ ഫുഡ് പോയ്സണൊക്കെ ആകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുവാണേ. ഈ ടൈമിലാണ് നമ്മുടെ രേവതി കയറി വരുന്നത് വീട്ടിലോട്ട്. ഡോക്ടറെ കാണുന്നത് രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട്, ആരാ സച്ചിയേട്ടാ അതൊന്ന് ചോദിക്കുമ്പോഴേക്കും, നീ ഇതെവിടെ പോയതാ, അമ്മക്ക് സുഖമില്ല, ഡോക്ടർ വന്ന് കണ്ടിട്ടും പോയതാന്ന് പറയുമ്പോഴേക്കും, അയ്യോ അമ്മക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് രേവതി ഓടിപ്പോകുവാണേ. എന്നിട്ട് ചന്ദ്രയെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അമ്മയ്ക്ക് ഇപ്പം എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ഇപ്പം കുഴപ്പമില്ല മോളെ, 2 ദിവസത്തേക്ക് എരിവുള്ളതൊന്നും കഴിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്.
ഫുഡ് പോയ്സൺ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് രവീന്ദ്രൻ പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, രാവിലെ നമ്മളെല്ലാവരും ഇഡ്ഡലിയല്ലേ കഴിച്ചത്, അതിലെന്ത് ഫുഡ് പോയ്സൺ ആവാനാ, നമുക്കാർക്കും ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതാ ഞാനും ആലോചിക്കുന്നത്, എനിക്കിത് എന്ത് പറ്റി എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര വല്ലാതെ വിഷമിക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛാ അത് പിന്നെ ഞാൻ അമ്മക്ക് പൈനാപ്പിൾ ജ്യൂസ്, ഞാൻ കലക്കി വെച്ച പൈനാപ്പിൾ ജ്യൂസ് അമ്മ കുടിച്ചായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ആ ജ്യൂസാണ് ഞാൻ ലാസ്റ്റായിട്ട് കുടിച്ചതെന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ വല്ലാതെ കിടക്കുവാണ്. അപ്പോൾ പറയും, പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച് ഇപ്പം എന്താവാനാ, നല്ലതല്ലേ ആരോഗ്യത്തിന്, അത് കുടിച്ചൊന്നും ആവാനൊന്നും അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇനി വല്ല ചീന പൈനാപ്പിൾ വല്ലതും ആയിരിക്കുമോ എന്നൊക്കെ, പൈനാപ്പിൾ എന്തെങ്കിലും കേടക്കുള്ള പൈനാപ്പിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഏയ് അത് അച്ഛൻ മേടിച്ചെന്ന് എനിക്ക് വേണ്ടി ജ്യൂസ് അടിച്ച് കൊടുക്കാൻ കൊണ്ടുവന്ന നല്ല ഫ്രഷ് പൈനാപ്പിൾ അല്ലേ രേവതി എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ഞാൻ ആർക്കും പൈനാപ്പിൾ ഒന്നും മേടിച്ചുകൊണ്ടും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയും, രേവതി നീ എന്നോട് അങ്ങനെയല്ലേ പറഞ്ഞത്, അത് പിന്നെ സച്ചിയേട്ടൻ ആ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാന്ന് പറയുമ്പോഴേക്കും, ജ്യൂസ് കുടിക്കാൻ വേണ്ടിയോ, അതെന്തിനാ, അല്ല ഞാൻ സച്ചിയേട്ടന് വേണ്ടി അതിലൊരു മരുന്ന് കലക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, മരുന്നോ, എന്ത് മരുന്നാടി, നീ എന്നെ കൊല്ലാൻ നോക്കിയതാണോ എന്ന് പറഞ്ഞ് ചന്ദ്ര വല്ലാതെ പൊട്ടിത്തെറുക്കുവാണേ. ആ കിടന്ന കിടപ്പിൽ ചാടി എഴുന്നേക്കും ചന്ദ്ര. അപ്പോൾ രേവതി പറയും, ഇല്ലച്ച അത് പിന്നെ സച്ചേട്ടൻ്റെ കുടി നിർത്താനുള്ളൊരു മരുന്ന് എൻ്റെ ഒരു ചേച്ചി തന്നായിരുന്നു, അപ്പോൾ ഞാനത് കലക്കി വെച്ച സാണ് അമ്മ ഈ മാറിയെടുത്ത് കുടിച്ചതെന്നൊക്കെ പറയുവാണ്. സച്ചി ഇത് കേട്ട് വല്ലാതെ ഷോക്കായിട്ടിരിക്കുവാണ്. സച്ചി ഒന്നും തിരിച്ചു പറയുന്നില്ല, ഇങ്ങനെ രേവതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. രേവതി ഇത്രയും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സച്ചി ഒരിക്കലും വിചാരിച്ചിട്ടില്ലേ. രവീന്ദ്രനും എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ടിരിക്കുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നത്, കണ്ടോ അവൾ മരുന്ന് കലക്കി വെച്ച് ജ്യൂസ് അത് ഞാനെടുത്ത് കുടിച്ചു എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, നിന്നോട് ആരതെടുത്ത് കുടിക്കാൻ പറഞ്ഞു, നീ അവിടെ കിടക്ക് ചന്ദ്രയെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ വിളിച്ച് കിടത്തുവാണ്. രേവതി ഇങ്ങനെ വല്ലാതെ വിഷമിക്കുവാണ്. സച്ചിയേട്ടൻ്റെ കുടി നിർത്താൻ വേണ്ടി ഞാൻ ചെയ്തതാണച്ചാ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത്. ചെമ്പന്തിരപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.